മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് ക്രിസ്ത്യാനികൾക്കെല്ലാം ഒരു വലിയ പെരുന്നാളാണ് പെന്തക്കൊസ്തി പെരുന്നാൾ. പെന്തക്കൊസ്തി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവം ത്രിത്വൈക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ സ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെയാണ്. പിതാവാം ദൈവത്തിൻ്റെ മകനായി ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന പുത്രനാം ദൈവം യേശുക്രിസ്തു മനുഷ്യാവതാരത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് വേണ്ടി അച്ചാരമായി തന്നിട്ട് പോയതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ് വരേക്കും നമ്മെ പരിരക്ഷിക്കാൻ യേശു നമുക്കായി അച്ചാരം തന്നതാണ് പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവിന് മനുഷ്യർക്ക് നൽകാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്. ഇതെല്ലാം ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നത്. വിശുദ്ധ മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ എല്ലാ മനുഷ്യർക്കും ദാനമായി ഫ്രീ ഗിഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഈ പരിശുദ്ധാത്മാവ് മനുഷ്യരിലിരുന്ന് ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ പെന്തക്കോസ്തി ദിവസത്തിലും പരിശുദ്ധാത്മാവ് മനുഷ്യ ജീവിതത്തിൽ ഉജ്ജ്വലിക്കപ്പെടുന്നു. അങ്ങനെയാണ് മനുഷ്യർ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടുമൊക്കെ ജീവിക്കുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ, ആദ്യത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ആഴത്തിൻ്റെ മുഖങ്ങളിൽ ഇരുളായിരുന്നു, ദൈവത്തിൻ്റെ റൂഹ അല്ലെങ്കിൽ ആത്മാവ് വെള്ളങ്ങളുടെ മേൽ പൊരുന്നി ആവസിച്ചുകൊണ്ടിരുന്നു. അപ്പം പരിശുദ്ധ റൂഹായെക്കുറിച്ചാണ് ആദ്യ പുസ്തകം തൊട്ട് പറയുന്നത്. അപ്പം ഭൂമി മുഴുവനും പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കിടക്കുകയാണെന്നാണ് അവിടം തൊട്ട് പറയുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവനും ആദിയോടന്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു ദൈവമാണെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ, യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവാണ് എല്ലാ പ്രവർത്തനത്തിലും നമുക്ക് ശക്തിയും ബലവും വിജയവും തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ എല്ലാവർക്കും ധാരാളമായി ഉണ്ടാകുവാൻ വേണ്ടി സ്വർഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞ് 10 ദിവസം നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്ന് പെന്തക്കോസ്തി പെരുന്നാൾ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതോടുകൂടി ഈ ഉജ്ജ്വലിപ്പിച്ച് കിട്ടിയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരകളിലും എനിക്കും നിങ്ങൾക്കും സഹായവും കോട്ടയും ആശ്രയവുമായി തരട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റേതായ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നമ്മളിൽ വർദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ പെരുമാറ്റവും ജീവിതവും എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അങ്ങനെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആശംസകൾ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നു.